ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കസിൻസ് എല്ലാവരും കൂടെ ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് എവിടെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഒരു കാവിലേക്കാണ്. അങ്ങോട്ടുള്ള യാത്രയാണിത്. ഞങ്ങൾ ട്രാവലറിനാണ് വന്നത്. ട്രാവലർ അവിടെ പാർക്ക് ചെയ്തു. ഇനി ആ കാവിലേക്ക് പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. അവിടെ ദേ ഒരു കനാലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പതിയെ നടന്നു പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള ഇരിങ്ങോൾ കാവ് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു കാവിലേക്കാണ്. ഇരിങ്ങോൾ കാവിലേക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത്. ഈ കാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ആദിപരാശക്തിയായ ദുർഗാദേവിയാണ് പ്രധാന പ്രതിഷ്ഠ. പ്രഭാതത്തിൽ മഹാസരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗിയായിട്ടും വൈകുന്നേരം ശ്രീ ഭദ്രകാളിയായും പരാശക്തി അവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ചീവീടിൻ്റെ ശബ്ദം മാത്രം അവിടെ കേൾക്കുള്ളൂ. അപ്പം ഞങ്ങൾ ഏകദേശം അതിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ അടുത്തോട്ട് എത്താറായി. ഈ ഒരു ക്ഷേത്രം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലുള്ള, എനിക്ക് തോന്നുന്നു തിരൂരിനടുത്താണെന്ന് തോന്നുന്നു, ശരിക്കും ഓർമ്മയില്ല, ചന്ദനക്കാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഏകദേശം ഇതേപോലെ തന്നെയാണ് ചന്ദനക്കാവും. അപ്പോൾ അതുപോലൊരു ക്ഷേത്രമാണ്. അതിന് ഞങ്ങളെല്ലാവരും ഇരിങ്ങോൾക്കാവിൻ്റെ അകത്തോട്ട് കടക്കുകയാണ്. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഇത് പരശുരാമൻ നിർമ്മിച്ചെന്നാണ് ഐതിഹ്യം പറയുന്നത്. എറണാകുളത്ത് നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെ ആലുവ മൂന്നാർ റോഡിൽ നിന്ന് കുറുപ്പംപടിക്കും പെരുമ്പാവൂരിനും ഇടയ്ക്കാണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, നവമി, അഷ്ടമി, നവരാത്രി, വിദ്യാരംഭം, തൃക്കാർത്തിക മാസത്തിലെ 1-ാം തീയതി തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ ദർശനത്തിന് പ്രാധാന്യമുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ഈ പള്ളിപ്പടർപ്പുകളും വനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം മരങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് അവിടെ കാണുന്നത്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലെ ഇഴജന്തുക്കൾ ഉണ്ടാവുമെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല ഇതിൽ തന്നെ നടന്നു പോവുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഇലയോ മരമോ ഒന്നും എടുക്കാൻ പാടില്ല. അതെല്ലാം അവിടെ മണ്ണിൽ തന്നെ ലയിച്ചു പോകണം. ഇതെല്ലാം ഭഗവതിയെ സേവിക്കുന്ന ആളുകളാണ് ഈ മരങ്ങളും ഇതെല്ലാം. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളവിടെ നിന്നത് അവിടെ ഈ തേരട്ട പോലെയുള്ളൊരു ജീവിയെ കണ്ടു. വലിയൊരു തേരട്ട എന്ന് പറയാൻ പറ്റില്ല, അതിനേലും വലിയ നല്ല വണ്ണമൊക്കെ ഉള്ളൊരു ജീവിനെയാണ് കണ്ടത്. അപ്പോൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും കൂടെ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനകത്തോട്ട് കയറി തൊഴുതു, ദേവീനെ കണ്ടു. അങ്ങനെ പിന്നെ ബാക്കി അവിടെയുള്ള ചുറ്റുപാടൊക്കെ ഒന്ന് നടന്നു. ഇതാണ് അവിടുത്തെ തീർത്ഥക്കുളം. ഞാനും ചേട്ടനും കൂടെ നടന്നു വരികയാണ്. തൊഴുത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കൽവിളക്ക് ഉണ്ടായിരുന്നു. ആ കൽവിളക്കിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതായിരുന്നു ഇരിങ്ങോൾക്കാവിലേക്കുള്ള ഞങ്ങളുടെ ആദ്യത്തെ യാത്ര.